അഭിനയിക്കാൻ തോന്നാത്ത വിധത്തിൽ അതുപോലെ സംഭാഷണങ്ങൾ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയാം. ഇതാണ് ഈ പറഞ്ഞ ഒരു സംഗതിയാണ് സിനിമയെ എപ്പോഴും നിലനിർത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അത് സിനിമയുടെ പകുതിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഇവർ അഭിനയിക്കുകയാണ് എന്ന് പലർക്കും മനസ്സിലായത്. അത് 4 ആക്ടേഴ്സ് തന്നെയായിരുന്നു. ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇവരെ വെച്ചുകൊണ്ടൊരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പാണ് പ്ലാൻ ചെയ്തത്. ഒരു 3 ദിവസം കൊണ്ട് തന്നെ ഇവരെ കോൺഫിഡൻ്റ് ആയി. അപ്പോൾ അധികം താമസിക്കാതെ തന്നെ സിനിമയിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇവർക്ക് നമ്മൾ ചെയ്തു കൊടുത്തത് ഇതിൻ്റെ പ്ലോട്ട് പറഞ്ഞു കൊടുക്കുക, പിന്നെ ഇതിൽ നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഐഡിയാസ് എന്തൊക്കെയാണ് എന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെ കൊണ്ട് തന്നെ ഒരു ഇൻറ്റേർണൽ ഡിസ്കഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാക്കുക. പിന്നെ മറ്റ് പല മെത്തേഡുകളും ആക്ടിങ് വർക്ക്ഷോപ്പ് വേറെ ആളെ മുൻനിർത്തിയാണ് ചെയ്തത്. ഞാൻ അതിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മറ്റു പല ആക്ടിങ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു. അതിനോടൊപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പർട്ടിക്കുലർ ഇത് തന്നെ ഏകദേശം ഒറ്റ സീൻ തന്നെയാണ്. അപ്പോൾ അത് തന്നെ അവരെ കൊണ്ട് തന്നെ 2 ടേക്കോളം നമ്മൾ നേരത്തെ തന്നെ എടുപ്പിച്ചിരുന്നു. പിന്നെ അതിനുശേഷം ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ പോയി തന്നെ തലേ ദിവസം ഷൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തെടുത്തതാണ്. ഡയലോഗുകളൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുത്തില്ല. ഇങ്ങനെ പറയണം, ഇന്ന കാര്യം പറയണമെന്ന് പറഞ്ഞിരുന്നു, ഇന്ന രീതിയിൽ പറയണമെന്നുള്ള രീതിയിൽ പറഞ്ഞില്ല. പിന്നെ അതായിരുന്നു അതിലെ ആ കുടുംബത്തിലെ 4 ആൾക്കാർ. പിന്നെ അല്ലാതുള്ളതും പ്രധാനപ്പെട്ട ആക്ടേഴ്സ് തന്നെയായിരുന്നു. ആക്ടേഴ്സ് ബൈ പ്രൊഫഷൻ നോട്ട് ആക്ടേഴ്സ്, ബട്ട് അവർ ഇതിൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം ആക്ടേഴ്സ് തന്നെയാണല്ലോ. കാര്യം വെച്ചാൽ അവരെ പറ്റി എന്താണ് ഇങ്ങനൊരു യഥാർത്ഥ ജീവിതത്തിൽ നടക്കുന്നു എന്ന പോലെ അവർ സംസാരിക്കുകയാണ്, അനിലീപ്പിയും ഷെറിനും. അപ്പോൾ അവരോട് ഈ പറഞ്ഞ പോലെ ഓവർഫോൺ, ഷെറിൻ ഡോണിൻ്റെ പാർട്ട്ണറാണ്, ഡോൺ പാലത്തറയുടെ പുള്ളിക്കാരി അവിടെ വർക്ക് ചെയ്യാണ് രാജസ്ഥാനിലൊരു യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ അവരുമായിട്ട് ഓവർഫോൺ സംസാരിക്കുകയാണ്, കൂടുതൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവരോട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഡിസ്കഷനിലാണ് അതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ അൻലീപ്പിയോടും അവരോടും ഈ പറയുന്ന എന്തൊക്കെ ചോദ്യങ്ങൾക്കാണ് മറുപടി പറയേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് ഡിസ്കഷൻ നടത്തി. അതിനുശേഷം അവർ വളരെ സ്വാഭാവികമായിട്ട് അത് പെർഫോം ചെയ്തു. അതൊരു ആക്ടേഴ്സ് മൂവി എന്നുള്ള രീതിയിലൊക്കെ ഇപ്പം നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അവരോട് ഭയങ്കരമായിട്ട് ഇൻഡറ്റഡ് ആണ്. ആ രീതിയിൽ അവർ പെർഫോം ചെയ്തെടുത്തു എന്നുള്ളത്. വേറെ 4 ആൾക്കാരായിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ ഇവിടെ വന്നിരിക്കില്ലായിരുന്നു, അത് കയ്യിൽ നിന്ന് പോയത്.